മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക്. Left and right, set. March. KPCC മുൻ പ്രസിഡന്റ് മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട നൽകുകയാണ് ലോകം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് തിരുവനന്തപുരത്ത് ശാന്തി കവാടത്ത് പുരോഗമിച്ചത്. ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്. തിരുവനന്തപുരം നെട്ടയം മുക്കോലയിലെ വസതിയിലായിരുന്നു പൊതുദർശനം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. തെന്നല ബാലകൃഷ്ണയുടെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസ് ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുകയാണ്. പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. 3 തവണ രാജ്യസഭ MP, 2 തവണ നിയമസഭാംഗം, 2 തവണ KPCC പ്രസിഡന്റ് തുടങ്ങിയ പദവികളെല്ലാം വഹിച്ച തെന്നല ബാലകൃഷ്ണപിള്ള കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് ജനിച്ചത്. മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, സൗമ്യനും അതുപോലെ തന്നെ വളരെ കുറച്ച് സംസാരിക്കുന്ന ആളും, അതുപോലെ രാഷ്ട്രീയ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാത്ത രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയുമായ തെന്നല ഗ്രൂപ്പുകൾക്ക് അതീതനായ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. കോൺഗ്രസിൽ ഒരുപാട് ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്താണ് KPCC പ്രസിഡന്റായി തെന്നല ബാലകൃഷ്ണപിള്ള പ്രവർത്തിക്കുന്നത്. ഈ ഗ്രൂപ്പ് തർക്കങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ടായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയെ നിയോഗിക്കുന്നത്. വളരെ സൗമ്യനായ രാഷ്ട്രീയ നേതാവ്, എല്ലാവർക്കും പ്രിയങ്കരനായ, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാവ്. 95-ാം വയസ്സിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്. തിരുവനന്തപുരത്ത് ശാന്തി കവാടം, അവിടെയാണ് അദ്ദേഹം ഇനി അന്തിയുറങ്ങുക. നിരവധി പ്രവർത്തകർ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തകർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, നാട്ടുകാർ എല്ലാം അദ്ദേഹത്തെ അവസാന ഒരു നോക്ക് കാണാനായി പൊതുദർശനം നടക്കുന്ന വേളയിലെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്കാണ് നീങ്ങുന്നത്. അതാണ് തിരുവനന്തപുരം ശാന്തി കവാടത്ത് പുരോഗമിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്. പ്രവർത്തകരും നേതാക്കളെല്ലാം അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനായി അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയാണ് അദ്ദേഹം വലിയ നേതാവായി വലിയ പദവികളിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു മന്ത്രിയാവാനോ അത്തരത്തിലുള്ള ചുമതലകളിലേക്കൊക്കെ അദ്ദേഹം എത്തിപ്പെടുകയോ അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2 തവണ KPCC പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച KPCC പ്രസിഡന്റായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പിസം
വലിയ തരത്തിൽ വാഴുന്ന കാലത്താണ് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ ഒക്കെ ഏറെ പ്രശംസനീയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായി ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ പോലും അദ്ദേഹത്തിനൊപ്പം കൂടുകയും ചെയ്തത്. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ അവസാനം നോക്കുകണ്ട് അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുന്നുണ്ട്. ആ കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ മറ്റ് പ്രവർത്തകരും അവിടെ ഉണ്ട്. തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. 95-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. യാതൊരു ആരോപണങ്ങൾക്കും വിധേയനാകാതെ കളങ്കമില്ലാത്ത ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അധികം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നില്ല, മിതഭാഷയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1977-ലും 1982-ലും നിയമസഭയിൽ എത്തി. 1967-ലും 80-ലും 87-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. 1991-ലും 1992-ലും 2003-ലും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട നൽകുകയാണ് രാഷ്ട്രീയ ലോകം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു.